എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് കന്നിരാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കന്നിരാശിയിലെ 2.25 നക്ഷത്രം ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം ചിത്തിര അരഭാഗവും ചേർന്നതാണ്. കന്നിരാശിക്കാർക്ക് 2026 പൊതുവിൽ അനുകൂലം തന്നെയാണ്. വ്യാഴം 10ാം ഭാവത്തിലാണ് ജൂൺ മാസം വരെ സഞ്ചരിക്കുന്നത്. ജൂൺ മുതൽ 11ാം ഭാവത്തിലും ശനി 7ാം ഭാവത്തിലും രാഹുകേതുക്കൾ 6, 12 ഭാവങ്ങളിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ കാലഘട്ടം പൊതുവിൽ അനുകൂലമാണ്. അപ്പൊ ചിന്തിക്കാം, കണ്ടകശനി കാലഘട്ടം അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അനുകൂലം എന്ന് പറയാൻ കാരണം? 7ാം ഭാവാധിപതിയായ വ്യാഴം 7ാം ഭാവത്തെ തന്നെ ഉച്ചനായി വീക്ഷിക്കുന്നതായ ഒരു വർഷമാണ് ജൂൺ മാസം മുതൽ. പ്രത്യേകിച്ച് ശനിയുടേതായ ദോഷവിഷയങ്ങൾ വളരെയധികം കുറവ് തന്നെയായിരിക്കും. ഈ വർഷം ജോലി മാറ്റത്തിനും തൊഴിൽപരമായ ഉയർച്ചയ്ക്കും വളരെ അനുകൂലമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിനേക്കാൾ സിംഗിൾ ഓണർഷിപ്പ് ബിസിനസ് ആണ് നല്ലത്. സഹപ്രവർത്തകരുമായും മാനേജ്മെന്റുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനത്താൽ മികച്ച വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താനും കഴിയുന്നതായ സമയം തന്നെയാണ്. കണ്ടകശനി പൂർണ്ണമായും ദോഷകാരിയല്ല കന്നിരാശിക്കാർക്ക്. ശനി 5ാം ഭാവാധിപതിയായ ഗ്രഹം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ജൂൺ മുതൽ 7ാം ഭാവാധിപതിയായ വ്യാഴം 7ാം ഭാവത്തിൽ വീക്ഷിക്കുന്നത് കൊണ്ടും ശനിയുടെ ദോഷഫലം കുറയും. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതായ ഒരു സമയം കൂടി തന്നെയാണെന്ന് പറയാൻ കഴിയും. സാമ്പത്തികമായ വളർച്ചയ്ക്കും ലാഭകരമായ നിക്ഷേപങ്ങൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. പുതിയ വീടോ വാഹനങ്ങളോ ഒക്കെ വാങ്ങാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളും നിയമതടസ്സങ്ങളും ഒക്കെ മാറി ശത്രുക്കളെ അതിജീവിക്കാൻ കഴിയുന്നതായ ഒരു വർഷം തന്നെയാണ്. അമ്മയ്ക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമാണ്. വ്യാഴത്തിന്റെ സ്വാധീനത്താൽ പുതിയ വസ്തുവോ വാഹനങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങാനും കഴിയും. കാരണം 4ാം ഭാവം മാതൃഭാവമാണ്, അസറ്റുകളുടെയൊക്കെ ഭാവമാണ്. 4ാം ഭാവാധിപതിയായ ഗ്രഹമാണ് 4ാം ഭാവത്തെ വീക്ഷിക്കുന്നത്. 4ാം ഭാവാധിപതിയായ ഗ്രഹം 11ാം ഭാവത്തിലോട്ട് ഉച്ചനായി സഞ്ചരിക്കുന്നതായ ഒരു വർഷം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസറ്റുകൾക്കും അമ്മയ്ക്കും ഒക്കെ തന്നെയും വളരെ അഭിവൃദ്ധി ഉണ്ടാവുന്ന സമയം ആയിട്ട് തന്നെ പറയണം. ജൂൺ മാസത്തിന് ശേഷം തടസ്സപ്പെട്ട ധനമൊക്കെ തിരികെ ലഭിക്കുന്നതിനും സാമ്പത്തികമായ കാര്യങ്ങൾ അമ്മയുടെ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതുമായ സമയമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുകയും ചെയ്യും. കടബാധ്യതകൾ തീർക്കാൻ കഴിയും. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം നേടാനും സാധിക്കുന്നതായ സമയമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിക്ഷേപങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം എന്ന് പറയാൻ പറ്റും. ജൂൺ മാസത്തിന് ശേഷം വിവാഹ കാര്യങ്ങൾക്കും പുതിയ വരുമാന മാർഗങ്ങൾക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. അധ്യാപനം, IT, ജിയോളജി, ലോജിസ്റ്റിക്സ്, കൺസൾട്ടൻസി, മെഡിക്കൽ പ്രൊഫഷണൽസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മികച്ച പുരോഗതിയും ലാഭമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. IELTS, OET ഒക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷം തന്നെയായിട്ട് പറയാനായിട്ട് കഴിയും. സാമ്പത്തിക കാര്യങ്ങൾ കൃത്യതയോടെ കൈകാര്യം ചെയ്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും സാധിക്കുന്ന സമയമാണ്. തൊഴിൽപരമായി ചില വെല്ലുവിളികൾ ഉണ്ടായാലും മികച്ച പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാവും. ആരോഗ്യനില മെച്ചപ്പെടും. രാഹുവിന്റെ സ്വാധീനം കൊണ്ട് തന്നെ കുടുംബത്തിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാമെങ്കിലും ക്ഷമയും തുറന്ന ആശയവിനിമയവും കൊണ്ട് അതിനൊക്കെ പരിഹരിക്കാനും കഴിയും എന്ന് പറയാൻ പറ്റും. കുടുംബ ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടും. നേതൃപാഠവും സാമ്പത്തികമായ അച്ചടക്കവും വർദ്ധിക്കുകയും ചെയ്യുന്നതായ ഒരു സമയം തന്നെയാണ്. സ്പൗസിനോടുള്ള വിശ്വാസവും വൈകാരികമായ അടുപ്പവും ദൃഢമാവുകയും ചെയ്യും. എങ്കിലും ജൂൺ വരെ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. കാരണം 7ാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. 6ാം ഭാവാധിപതിയായ ഗ്രഹം 7ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സ്പൗസുമായി ചില തെറ്റിദ്ധാരണകൾ ജൂൺ മാസം വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജൂണിന് ശേഷം വിവാഹത്തിലും പ്രണയത്തിലും ഒക്കെ കൂടുതൽ സമാധാനവും ഇമോഷണൽ ബോണ്ടിങ്ങും ഉണ്ടാവും. മൊത്തത്തിൽ സ്നേഹവും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വസ്തുക്കൾ വാങ്ങാനുള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരും. ഭൂമി, വാഹനം, ആഡംബര വസ്തുക്കൾ എന്നിവയിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദീർഘകാല നിക്ഷേപങ്ങളും സമ്പാദ്യശീലവും ഉണ്ടാവും. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. ഉയർച്ച ഉണ്ടാവുന്നതായ സമയം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. മത്സര പരീക്ഷകൾക്കും ഉന്നത പഠനം, റിസർച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ ഏറെ അനുകൂലമാണ്. ജൂൺ വരെ ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാവുമെങ്കിൽ പോലും അതിനുശേഷം മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും. ജൂൺ മാസം മുതലുള്ള സമയത്ത് മാനസിക സമ്മർദ്ദമൊക്കെ അതൊക്കെ മാനേജ് ചെയ്തു പോകാനും കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. ജൂൺ മാസത്തിന് ശേഷം സ്പൗസിനും അമ്മയ്ക്കും തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ ഉയർച്ചയുണ്ടാവും. കുടുംബ സ്വത്ത് ലഭിക്കാനോ സ്പൗസ് വഴിയോ അമ്മ വഴിയോ ധനലാഭത്തിന്
ഒക്കെ അനുകൂലം തന്നെയാണ്. സ്പൗസ് വർക്ക് അറ്റ് ഹോം ഒക്കെ അത്തരത്തിലുള്ള ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ തൊഴിൽ പുരോഗതിക്കും സ്പൗസിന്റെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാൻ പറ്റും. വിവാഹശേഷം സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. സ്പൗസിന്റെ ജന്മനാട്ടിൽ വീട് വാങ്ങാനോ നിർമ്മിക്കുന്നതിനോ സാധ്യതയുണ്ട്. പുതിയ സ്ഥാപനം ആരംഭിക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. മൂത്ത സഹോദരങ്ങൾക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. 12ാം ഭാവത്തിലെ കേതുവിന്റെ സ്വാധീനം ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കും. അപ്രതീക്ഷിതമായ ചിലവുകളും അതിനൊക്കെ സാധ്യതയുള്ളതിനാൽ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. വിദേശ യാത്രകൾക്കും ഗവേഷണ സംബന്ധമായ യാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും ഒക്കെ അവസരം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇതൊക്കെയാണ് കന്യരാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2026 കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.